ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഊട്ടിയിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ് ഊട്ടിയിലേക്ക്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി പൈൻ ഫോറസ്റ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ് ഞങ്ങൾ. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ് ഇന്നത്തെ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതുവരെ ഞങ്ങൾ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുള്ളൂ. ഫസ്റ്റ് വ്ളോഗാണ്. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളെ തുടക്കമാണിത്. നമ്മളെ ഇനി നല്ല നല്ല കണ്ടന്റുകൾ, നല്ല വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റേതായ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. നമ്മളെ ഇമ്പ്രൂവ് ചെയ്തിട്ട് മുന്നോട്ട് വരണം എന്നാണ് കരുതുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് അപ്പോൾ എത്തുന്നതാണ്. നമ്മളിപ്പോൾ 2 ദിവസത്തിനുള്ള പ്ലാനിലാണ് ഉള്ളത്. കാരണം നമ്മുടെ ലീവ് മാക്സിമം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ചു വരാനുള്ള പ്ലാനിലുള്ളത്. അപ്പോൾ നമ്മളുകൊണ്ട് മാക്സിമം അവിടുത്തെ വ്യൂസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മളെ ഫസ്റ്റ് വ്ളോഗിലൂടെ നമ്മൾ കരുതുന്നത്. അത് മാക്സിമം നമ്മൾ നന്നായി ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. എങ്ങനെ എത്താ? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കാണ്. ഇടവിട്ട് ബ്രേക്ക് എടുക്കുന്നോണ്ട് എത്തുന്നില്ല. ഏട്ടന് ചായ ഇടയ്ക്കിടയ്ക്ക് വേണം. ഒരു ചായക്കട കണ്ട അവിടെ നിർത്തുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നൊന്നും എത്തും തോന്നുന്നില്ല. 2 ദിവസത്തെ ട്രിപ്പ് പറഞ്ഞിട്ട് 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ എനിക്ക് സംശയം. ചെക്കിൻ ടൈം 11 മണിയാവും. പക്ഷെ നമ്മളിപ്പോ ഓൾറെഡി 12 മണിയായിട്ടല്ലേ. അവിടെ എത്തുമ്പോഴേക്ക് എങ്ങനെ പോയാലും 1:30-2 മണിയാവും. എന്താ ചെയ്യുക? പക്ഷെ റോഡും വളരെ ഓവർ സ്പീഡ് എടുത്ത് പോകാനും പറ്റാത്ത റോഡാണ്. കാരണം ഭയങ്കര എയർപിൻ ബെൻസ് കൂടുതലുള്ളതാണ്. പിന്നെ ഒരുപാട് ഈ ലോറികൾ ഒരുപാട് പോകുന്ന ഏരിയയാണ്. പിന്നെ ബസ്സുകൾ, നമ്മളത്ര സേഫ്റ്റി നോക്കണം. പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾ ഊട്ടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പാസ് നിർബന്ധമാണ്. അപ്പോൾ അത് എടുക്കുക. അത് മറ്റേ നമ്മളെ TN പാസ് അടിച്ചാൽ മതി. ഗൂഗിളിൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അത് അപ്പം തന്നെ പാസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അവർ ചോദിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ചെക്ക് പോസ്റ്റിലൊന്നും ചോദിക്കുന്നില്ല, പക്ഷേ രണ്ടാമത് ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ നിർബന്ധമാണ്. നമ്മളെ KL രജിസ്ട്രേഷനുള്ള വണ്ടികളിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക, ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ മാക്സിമം അത് എല്ലാം ഡോക്യുമെന്റ്സ് ക്ലിയർ ആക്കിയതിന് ശേഷം പോരുക. പിന്നെ ഏട്ടാ ഈ തൊപ്പിയൊക്കെ ഇട്ടിരിക്കേണ്ടെന്ന് തോന്നും. തണുപ്പുണ്ട്. നിങ്ങളിത് കാണണ്ടേ? ഹുഡീസ് ഒക്കെ ഇട്ടിരിക്കണ്ടിട്ട് നല്ല ചൂടാണ് ഇവിടെ. ചൂടാണ്. ഇത് തണുപ്പൊന്നും ഒരു തണുപ്പുണ്ട്. അല്ലാതെ വേറെ ഒന്നല്ല. നിങ്ങൾ കാണുമ്പോ നമ്മള് പുറത്ത് ചൂടൊന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിരിക്കണുണ്ട് കാണുമ്പോ ആളുകൾ വിചാരിക്കും അങ്ങനെ നല്ല തണുപ്പാണ്. പക്ഷെ തണുപ്പല്ല, നോർമൽ ക്ലൈമറ്റ് ആണ് ഇപ്പൊ കാണുന്നത്. ഇനി മുകളിലെത്തുമ്പോ എന്താവും നമ്മൾ നോക്കിട്ട് പറയാം. ഞാൻ അവിടെ എത്തുമ്പോ ചൂടിനൊരു കുറവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് ഇനി അവിടെയും ചൂടായിരിക്കുമോ? അവിടെ ചൂടാണോ അവിടെ എത്തി നോക്കിയാലേ നമുക്ക് അറിയില്ല. ഇപ്പത്തെ അവസ്ഥയിൽ ഒന്നും നമുക്ക് പറയാൻ വയ്യ. നാട്ടിലത്തെ ചൂട് കണ്ട് പേടിച്ചിട്ടാണ് ഊട്ടിക്ക് 2 ദിവസം ട്രിപ്പ് അടിക്കാന്ന് കരുതി. ഇവിടെ വന്നോക്കുമ്പോ ഇവിടെ ഇത് എത്തിയോടത്തോളം ചൂടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോ 12 മണി 12 ടൈം ഈ സമയം ആയതുകൊണ്ടാണ് അതും അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം, മുകളിലെത്തിയിട്ട് നോക്കാം. മാക്സിമം നമ്മളോട് പറ്റാവുന്ന രീതിയിൽ വീഡിയോ ചെയ്യാല്ലേ. അത് മാക്സിമം ആക്കിയിട്ട് ചെയ്യാന്നുള്ള പ്ലാനിലുള്ള. മുന്നേ പറഞ്ഞ പോലെ നിങ്ങളെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ള എപ്പോഴും. ഓക്കെ, നമുക്ക് മുന്നേ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന അതിൻ്റേതായ ചില പോരായ്മകളുണ്ടാവും. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം മാറ്റി നല്ല നല്ല വീഡിയോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അവിടെ എപ്പോൾ എത്തും? അവിടെ ഈ പൊക്കുവാണെങ്കിൽ 2 മണിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ശരിക്കും 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് കേട്ടോ. നല്ല ഡിലേ ആയി. 12 മണിയാകുമ്പോൾ ഏകദേശം അവിടെ എത്തേണ്ട ആൾക്കാരാണ് ഞങ്ങള്. ഇപ്പോഴും എത്തിയിട്ടില്ല. അതെ, വീട്ടിൽ നിന്ന് 7 മണിക്കൊക്കെ ഇറങ്ങിയ ആൾക്കാർ ഇവിടെ എപ്പോഴും എത്തേണ്ടതാണ്. പക്ഷെ നമ്മൾ ഒരുപാട് ബ്രേക്ക് എടുത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ നിർത്തി. പിന്നെ ബാത്റൂമിൽ പോകാൻ ഇടയ്ക്ക് പിന്നെ പമ്പ് എണ്ണ അടിക്കാൻ
ഒക്കെപ്പാടെ നമ്മൾ ഒരുപാട് ബ്രേക്ക് എടുത്ത് ഇപ്രാവശ്യം. പക്ഷെ ബ്രേക്ക് എടുത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഓവറായിട്ട് വണ്ടി ഹീറ്റ് ആകുമ്പോഴൊക്കെ നമ്മളെ ബ്രേക്കിങ്ങിനൊക്കെ പ്രോബ്ലം വരുന്നുണ്ട്. മുന്നത്തെ പോലെ ഡ്രൈവ് ചെയ്യാൻ കുറെ മടി വന്നു. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഒരുപാട് ഓടിക്കും. പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്ക് ഓടിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതെ, കോൺട്രാക്ട് വിടാൻ ഒരാളെ പക്ഷെ വണ്ടി ഓടിക്കാൻ പറഞ്ഞ കടന്ന് കൈയും കാലും മറക്കുകയും ചെയ്യും. ഞാൻ ഓടിക്കും, പക്ഷെ ധൈര്യം വേണം എന്റെ കൂടെ ഇരിക്കാൻ. അങ്ങനെ ഓക്കെ, അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. നല്ല നല്ല കാഴ്ചകൾ നമ്മൾ നോക്കാം മാക്സിമം. നിങ്ങളെല്ലാവരും കണ്ട കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ഇതാണ് നമ്മളെ ഉദ്ദേശം. രാവിലെ തന്നെ എണീറ്റ് ഒരു ചായ കുടിക്കുന്നതിൻ്റെ മൂഡ് തന്നെ വേറെ തന്നെ. ആഹാ, നല്ല സ്ട്രോങ് ചായ. രാവിലെ എണീക്കുമ്പോഴേക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചായ കുടിച്ച് വരാറുണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല ക്ലൈമറ്റുമാണ് ഇപ്പോൾ. നമ്മൾ വിചാരിച്ച നല്ല വൈകിട്ട് എത്തുന്ന സമയത്ത് കുറച്ച് ചൂടുണ്ടായിരുന്നു. പക്ഷേ ഒരു 6 മണിയൊക്കെ ആയാൽ നല്ല മഴയും നല്ല തണുപ്പുമാണ്. ഇപ്പോഴും ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ ആൾറെഡി 8 മണി 9 മണിയാവാനായി, 8:30 കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വേണം പുറത്തൊക്കെ ഒന്ന് കറങ്ങാനും പോകാനൊക്കെ. ഞങ്ങളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്ത് വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ബോട്ട് ഹൗസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയ ഒരു ഗെയിമിംഗ് സെക്ഷനിലാണ്. അതിൽ നമ്മൾ ഈ അമ്പ് ചെയ്യുന്നതാണ് അതിൽ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ഫസ്റ്റത്തെ അമ്പ് ചെയ്തത് വേറെ ഏതോ ഒരു ഉഗാണ്ടയിൽ പോയി പതിച്ചിട്ടുണ്ട്. കിടവർ എടുത്ത് നിൽക്കുന്ന ഇത് കണ്ടില്ലേ. ഇപ്പം ഞാൻ രണ്ടാമത് വയ്ക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഫസ്റ്റത്തെ ഇതിൽ ഐഡിയ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ പിന്നെയും കറക്റ്റായിട്ട് ഉള്ളിൽ കുറച്ച് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവളവിടെ നിന്ന് കമൻ്റ് അടിക്കുകയാണ്, കിളവിന് നല്ല കുഞ്ഞല്ലാത്തതുകൊണ്ട് ആരുടെയും ജീവൻ പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു മൂന്നാമത്തെയൊക്കെ നമ്മൾ ഷോർട്ട് ആകുമ്പോഴേക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അതിന് ശേഷം കറക്റ്റായിട്ട് അതിൽ കൊള്ളുന്നുണ്ട്. അതിൽ 3 വട്ട യെല്ലോ കറക്റ്റ് ഉള്ളിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്യാഷ് ബാക്ക് കിട്ടും, നമ്മൾ കൊടുത്ത പൈസ. പക്ഷേ അതിലൊന്നും ഇപ്പോൾ ഈ ലാസ്റ്റ് വെച്ചത് 1 മാത്രം എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഓരോരോ ഗെയിമുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ ബോട്ട് ഹൗസിൽ. അപ്പോൾ നമ്മൾ ടൈം പാസിന് വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, സമയം പോകാൻ വേണ്ടിയിട്ട്. സമയം പോകുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും കറങ്ങുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ആ ലാസ്റ്റ് ഇപ്പോൾ വെച്ചത് മാത്രമാണ് കറക്റ്റ് സ്പോട്ടിൽ പോയത്. ബാക്കിയെല്ലാം അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. നമുക്കിതിനെക്കുറിച്ച് വല്ല ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ 2-3 ഗെയിം വേറെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ അടിയിലും സൈഡിലൊക്കെ പോയി കൊള്ളുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിലൊന്ന് മാത്രമേ കറക്റ്റായിട്ട് അതിൽ എത്തിയുള്ളൂ. ഒരു 4-5 ഷോട്ടൊക്കെ ആയപ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടി തുടങ്ങി. പക്ഷേ അപ്പോഴേക്ക് നമുക്ക് ആകെ 10 അമ്പ് ചെയ്യാനുള്ള ചാൻസ് 10 എണ്ണേ ഉള്ളൂ. ആ 10 എണ്ണയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒന്ന് വേറെ എവിടെയോ പോയിക്കൊണ്ട് ആദ്യത്തെ ഷോട്ട്. പക്ഷേ നമ്മളെ സമയം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോരോ ഗെയിമിങ്ങുകൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ വേറെ എവിടേക്കേ പോയി കൊള്ളുന്നുണ്ട്. ഞാൻ ഘടകാര്യമായ ബോട്ടിങ്
എടാ കാര്യം നമ്മൾ ബോട്ട് ഹൗസിലെത്തി. അപ്പോൾ ബോട്ടിങ്ങിലാണ്. അവിടെ അങ്ങനെ കാണുക. വണ്ടിയുടെ കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണ വണ്ടീനെ കിട്ടിയിട്ടില്ല. ഇതിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ഒരാളുണ്ടോ ഘടകാര്യമായ ചവിട്ടിലാണ്. വണ്ടി പറക്കുന്നു, പറക്കുന്നു. ചവിട്ടി നമ്മൾ അത്രയും ദൂരം അതുവരെ പോകുന്നു. എന്നിട്ട് തിരിച്ചു വരുന്നു. അരമണിക്കൂറുള്ള ടൈം. അരമണിക്കൂറിന് എപ്പോഴും ഉള്ളത്. ചവിട്ടി കാല് കഴിക്കുന്നു. കുറച്ചു നേരം വണ്ടി ഒറ്റയ്ക്ക് പോട്ടെ. ചവിട്ടി പ്രോ ഡ്രൈവറെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. കാല് വേനിച്ച് പറഞ്ഞ് കരയുന്നു. സിംഗിൾ ഓംലേറ്റ്. നമ്മളിപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു തട്ടുകട ഉണ്ടപ്പോൾ അവിടെ കയറി ഫുഡ് അടിക്കുന്ന. രാവിലെ നല്ല സുടാമ്പി ദോശ ഞാനതവിടെ കഴിക്കുന്നത്. കുട്ടി അവിടെ കഴിക്കുന്നത്. എന്താ ശ്രീകുട്ടി ആകെ ഒരു മുഖത്തൊരു അമാന്തം? എന്താണ്? അതെ ഗൈസ്, നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മളിപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്താനായി, ഏകദേശം വീടെത്താനായി. അതുകൊണ്ട് നമ്മളൊന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോൻ്റെ എൻഡിങ് ആണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ എടുത്തത്. നമ്മളിപ്പോൾ വരുന്ന വഴിയിലാണ്. അപ്പോൾ ഒന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തപ്പോൾ ഇങ്ങനെ ചെറിയൊരു സീനറി കണ്ടപ്പോൾ നിർത്തിയതാ. അതെ, നമ്മളെ ട്രിപ്പ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്താനായി. അപ്പം അതിൻ്റെ ഒപ്പം നമ്മുടെ ഔട്ട്ഡോർ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തൊരു വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. വണക്കം. അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം. തമിഴ്നാട് സ്റ്റൈലിൽ തന്നെ അടിക്കാം. നമ്മളിപ്പോഴും തമിഴ്നാട് കടന്നിട്ടില്ല. പക്ഷെ ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.